അപ്പം ഞാൻ ഈ സീക്രട്ട് പഠിക്കാൻ വേണ്ടി ചോദിക്കുമ്പോഴൊന്നും നമ്മളൊരിക്കലും അക്സെപ്റ്റ് ചെയ്യുന്നില്ല. പിന്നെ എസ്പെഷ്യലി എന്നെ പുള്ളിക്ക് ഇഷ്ടമല്ലായിരുന്നു. മേ ബി എന്റെ ഫിസിക്കൽ ലുക്ക് കൊണ്ടാണോ, ഞാൻ ഈ ചന്ദനവും ഇതൊക്കെ ഇട്ടേക്കുന്നതുകൊണ്ടാണോ, എന്നെ കാണുന്ന ഇഷ്ടക്കേട് കൊണ്ടാണോ എന്റെ പുള്ളിക്ക് ഇഷ്ടമല്ല. ആ ഗുരുവിന് എന്നെ ഇഷ്ടമല്ലായിരുന്നു. ഈ മൗനജപം എന്നുള്ള കോൺസെപ്റ്റിനകത്ത് അവരുടെ മൈൻഡ് ശൂന്യമാകുന്ന തന്നെ അവരുടെ പല പ്രശ്നങ്ങളും തീരുന്നു. ഉറപ്പല്ലേ? ബ്ലാങ്ക് ആക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് കോൺസെപ്റ്റ്. അതിനോടൊപ്പം ഇവർക്കൊരു ബൗദ്ധിക ഹീലിംഗ് കൊടുക്കും. ഇവരങ്ങനെ ചെയ്യുന്ന സമയത്ത് ഇവരുടെ തേടയിലേക്ക് ബുദ്ധന്റെ ഒരുപാട് ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. നമ്മളുടെ ചിന്താരീതികൾ എന്താണോ അതാണ് നമ്മളെന്ന് പറയുന്നത്. പക്ഷേ നമ്മൾ ധ്യാനിക്കുന്ന സമയത്തോ അല്ലാത്ത സമയത്തോ നമ്മൾ കടന്നു വരുന്ന ചിന്തകളാണ് നമ്മളെ അന്നത്തെ ദിവസം നയിക്കുന്നത്. സാധാരണ ധ്യാനത്തിന്റെ അല്ല. നമ്മൾ ചെയ്യുന്ന ധ്യാനം എന്താണ്? വെറുതെ കുറെ സമയം ഇരിക്കുന്നു, നമ്മൾ ഓരോ ഇൻസ്ട്രക്ടേഴ്സ് പറയുന്ന അനുസരിച്ച് പോകുന്നു. അത് നല്ല ധ്യാനങ്ങൾ തന്നെയാണ്, ഒന്നും മോശമെന്നുള്ളതല്ല. പക്ഷേ ഈ ബൗദ്ധിക്കിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരാൾക്ക് എന്തെങ്കിലും പ്രശ്നമായിട്ട് വരികയാണെങ്കിൽ അയാൾ ഡയറക്റ്റ്ലി ധ്യാനത്തിലേക്ക് ഇരുത്തില്ല. ഇപ്പോൾ ആ കുട്ടി പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടിയാണ്, കരഞ്ഞിട്ടാണ് അവിടെ വന്ന് പോകുന്നത്. എന്നോടല്ല, ഞാനോട് ഏതൊരു ബന്ധമില്ല. ഞാൻ ആ റൈറ്റ് ട്രാക്കിൽ എത്തിച്ചു കൊടുത്തു. അതായത് ഈ വരുന്നവരെ നമ്മൾ ആരുമല്ല ഒന്ന് ഹാൻഡിൽ ചെയ്യാൻ. എത്രയോ വർഷം ടാബ്ലറ്റ് ഒക്കെ കഴിച്ചിട്ട് ഒരിടത്ത് എത്താൻ പറ്റാത്ത നിൽക്കുന്ന ആൾക്കാരുണ്ടാവും. അവരെ നമുക്ക് ചേട്ടാ, ഈ ഹൈന്ദവ സംസ്കാരം അനുസരിച്ച് ധ്യാനം എന്ന് പറയുന്നത് എല്ലാത്തിനകത്തുള്ളതാണ്. ഏത് ക്രിയ എടുത്തു കഴിഞ്ഞാൽ, ഇപ്പം ഹൈന്ദവ സംസ്കാരം മാത്രമല്ല, ഇപ്പം പാശ്ചാത്യ രീതിയിൽ വന്നിട്ടുള്ള ഏത് ഹീലിംഗ് ടെക്നോളജി എടുത്തു കഴിഞ്ഞാലും അതിനകത്തെല്ലാം പ്രാധാന്യമായിട്ടുള്ള ഒന്നാണ് ധ്യാനം അല്ലെങ്കിൽ മെഡിറ്റേഷൻ എന്ന് പറയുന്നത്. പലപ്പോഴും ഇപ്പൊ ക്രിയായോഗയാണെങ്കിൽ പോലും ഈ യോഗകൾ പരിശീലിക്കുന്നതിന് മുമ്പിട്ട്, അല്ലെങ്കിൽ മന്ത്രദീക്ഷ കൊടുക്കുകയാണെങ്കിൽ ദീക്ഷ ലഭിക്കുന്നതിന് മുമ്പിട്ട് ആദ്യം മെഡിറ്റേഷൻ ആണ് റെഡിയാക്കുന്നത്. കുറച്ചു നേരമെങ്കിലും നമ്മൾ വെറുതെ ഇരിക്കുന്നത്. അപ്പൊ ഈ ധ്യാനം അല്ലെങ്കിൽ മെഡിറ്റേഷൻ, ഇതിനൊരു പവർ ഉണ്ട് എന്ന് എല്ലാവരും പറഞ്ഞു വെക്കുന്നുണ്ട്. പക്ഷേ ഇതിന്റെ പവർ കൂട്ടാൻ വേണ്ടിയിട്ട്, അതായത് മെഡിറ്റേഷനിൽ ഇരിക്കുന്ന ഒരാൾക്ക് അയാൾക്ക് ലഭിക്കുന്ന പവർ ഇരട്ടിയാക്കാൻ, അല്ലെങ്കിൽ 10 ഇരട്ടിയോ 100 ഇരട്ടിയോ ആക്കാൻ എന്തെങ്കിലും ടെക്നിക്കുകളുണ്ടോ? രാഹുലെ, ഒരുപാട് ടെക്നിക്കുണ്ട്. അതായത് ഈ മെഡിറ്റേഷൻ എന്ന് പറയുമ്പോൾ പല ആൾക്കാരും പ്രൗഡോടുകൂടി ഒരു ലാർജ് സ്കെയിൽ ഓഫ് ഓഡിയൻസിന്റെ ഇടയിൽ പോലും ചെയ്യും. കുറച്ച് പേര് ഒറ്റയ്ക്ക് വീട്ടിലും ചെയ്യും, കുറച്ച് പേര് കുറച്ച് ആൾക്കാരുടെ കൂടെ ചെയ്യും. പല സെഗ്മെന്റ് ഓഫ് ആൾക്കാരല്ലേ. അപ്പൊ എല്ലാവർക്കും ഒരു വളരെ പ്രൗഡാണ് ഒരു യോഗ മാറ്റും മെഡിറ്റേഷൻ എന്ന് പറയുമ്പോൾ. അപ്പൊ ഇതിന്റെ ഒരു കോൺസിക്വൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളൊരു നമ്പർ ഓഫ് ഓഡിയൻസിന്റെ ഇടയിൽ ചെയ്യുമ്പോൾ അവിടെ ഒരു എനർജി ട്രാൻസ്ഫോർമേഷൻ ആണ് നടക്കുന്നത്, അല്ലേ? അപ്പോൾ 10 പേരുണ്ടെങ്കിൽ 100% അവിടെ എല്ലാവരും പ്യൂരിറ്റി ആയിരിക്കണമെന്നില്ല. ചിലപ്പോൾ 5 പേർക്കോ 2 പേർക്കോ ഒരു ബാഡ് എനർജി കൺസീവ് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. അപ്പോൾ ഓപ്പൺ ആയിട്ട് ഇത്ര സമയത്തിന് മേലിലിരുന്ന് മെഡിറ്റേറ്റ് ചെയ്യുമ്പോൾ എനർജി അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസ്ഫർ ചെയ്യും. അതിൽ നമ്മൾ എന്ന് പറയുന്ന മീഡിയം വളരെ ലോ എനർജി ഉള്ള ആളാണെങ്കിൽ ആ എനർജി നമ്മുടെ ബോഡിയിലേക്ക് വരും. പക്ഷെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ധ്യാനം ഏറ്റവും കൂടുതൽ പ്രൊമോട്ട് ചെയ്യുന്നത് ഈ ബുദ്ധനാണ് ഏറ്റവും കൂടുതൽ. ഇപ്പം ബോധിമരച്ചൂട്ടിലിരുന്ന് ധ്യാനം ചെയ്ത് ബോധോദയം ഉണ്ടായി. പക്ഷെ ടിബറ്റൻ സന്യാസിമാരെ നോക്കിക്കഴിഞ്ഞാൽ, ബുദ്ധന്റെ ശിഷ്യന്മാരെ നോക്കിക്കഴിഞ്ഞാൽ അവരും ഇതേപോലെ പല സ്ഥലങ്ങളിൽ ഇരുന്നല്ലേ മെഡിറ്റേറ്റ് ചെയ്യുന്നത്. അപ്പൊ എന്തുകൊണ്ടാണ് അവർക്ക് ആ ഒരു വിഷയം വരാത്തത്? അവരുടെ ധ്യാന രീതികൾ തികച്ചും വ്യത്യസ്തമാണ്. അവർ ധ്യാനത്തിലേക്ക് പോകുന്നതിന് മുൻപായിട്ട് അവിടെ ഒരു ബൗദ്ധിക് ഹീലിംഗ് എന്ന സംഭവമുണ്ട്. അതായത് ഈ ഏറ്റവും കൂടുതൽ ടിബറ്റൻസും, അല്ലെങ്കിൽ നമ്മുടെ നൈബർ സ്റ്റേറ്റ് ആയിട്ടുള്ള കർണാടകയിൽ തന്നെ ഒരു ഗോൾഡൻ ടെമ്പിൾ ഉണ്ട്. അവിടെ കുറെ മോങ്സ് ഉണ്ട്. അവരുടെ രീതികൾ മനസ്സിലാക്കിയാൽ മനസ്സിലാവും. എന്നിട്ട് നമ്മൾ ഈ പറയുന്ന ടിബറ്റിലോ തായ്ലൻഡിൽ പോയാലും കുഴപ്പമില്ല. ഇവരുടെയൊക്കെ രീതികൾ എന്തെങ്കിലും ഡിഫറെന്റ് ആണ്. സാധാരണ ധ്യാനത്തിന്റെ അല്ല. നമ്മൾ ചെയ്യുന്ന ധ്യാനം എന്താണ്? വെറുതെ കുറെ സമയം ഇരിക്കുന്നു, നമ്മൾ ഓരോ ഇൻസ്ട്രക്ടേഴ്സ് പറയുന്ന അനുസരിച്ച് പോകുന്നു. അത് നല്ല ധ്യാനങ്ങൾ തന്നെയാണ്, ഒന്നും മോശമെന്നുള്ളതല്ല. പക്ഷേ ഈ ബൗദ്ധിക്കിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരാൾക്ക് എന്തെങ്കിലും പ്രശ്നമായിട്ട് വരികയാണെങ്കിൽ അയാൾ ഡയറക്റ്റ്ലി ധ്യാനത്തിലേക്ക് ഇരുത്തില്ല. ധ്യാനം ആർക്കും എപ്പോഴും ചെയ്യാം. ഒരു ദിവസം നമുക്കൊരു മിനിമം 65 to 70K തോട്ട്സ് നമ്മുടെ ബ്രെയിനിലേക്ക് വരികയാണ്. ഈ തോട്ട്സ്, എത്ര തോട്ട്സ് നമുക്ക് കട്ട് ചെയ്ത് കളയാൻ പറ്റും? അതിൽ 2-3 യുണീക്ക് തോട്ട്സ് ആണ് ആ ഡേ നമ്മൾ ഡ്രൈവ് ചെയ്യുന്നത്. ചിലപ്പോൾ ഒരു തോട്ട്സ് ആയിരിക്കും, അല്ലെ? എല്ലാം കൂടെ നമുക്ക് ചെയ്യാൻ പറ്റില്ല. ജൂതന്മാരെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? നമ്മളെക്കാളും ഒരു 18 സ്റ്റെപ്സ് മേളിലാണ് ഇവരുടെ ചിന്താരീതികൾ. അവരത്രയും ചിന്തിക്കുന്ന കാര്യം എന്താ? അവരുടെ ഐക്യ കൂടുതലാണ്. അവർ ചെയ്തു വരുന്ന സ്റ്റെപ്സ് ഒക്കെ എന്തെങ്കിലും ഡിഫറെന്റ് ആണ്. ഈ ബുദ്ധന്റെ ഒരുപാട് ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. നമ്മളുടെ ചിന്താരീതികൾ എന്താണോ അതാണ് നമ്മളെന്ന് പറയുന്നത്. പക്ഷേ നമ്മൾ ധ്യാനിക്കുന്ന സമയത്തോ അല്ലാത്ത സമയത്തോ നമ്മൾ കടന്നു വരുന്ന ചിന്തകളാണ് നമ്മളെ അന്നത്തെ ദിവസം നയിക്കുന്നത്. ഞാനിപ്പോൾ തീരുമാനിക്കുകയാണ്, എനിക്കിപ്പോൾ രാഹുലുമായിട്ട് വളരെ ആരോഗ്യപരമായി സംസാരിച്ച് ഇവിടുന്ന് പോകണം എന്നാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ, എൻ്റെ മെമ്മറിയിലേക്ക് വരുന്ന, എൻ്റെ ബ്രെയിനിലേക്ക് വരുന്ന ഒരുപാട് തോട്ട്സുകൾ രാഹുലിന് എഗെയിൻസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ, ഇവൻ ശരിയല്ലല്ലോ, അല്ലെങ്കിൽ രാഹുലോട്ട് അങ്ങനെ പറഞ്ഞാൽ പറ്റില്ലല്ലോ എന്ന തോട്ട്സ് വരികയാണെങ്കിൽ എൻ്റെ ബ്രെയിൻ അതെങ്ങനെ കൺസീവ് ചെയ്യും?
അപ്പോൾ അത് എൻ്റെ സോളിൻ്റെ ക്യാപ്പബിലിറ്റിയാണ് ഞാനത് എങ്ങനെ എടുക്കുന്നു എന്നുള്ളത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇവിടെ ഒരു ഹീലിംഗ് പ്രൊസീജിയർ ആവശ്യമാണ്. അതിന് ഈ മെഡിറ്റേഷനിലേക്ക് വരുന്നതിന് മുൻപായിട്ട് ബൗദ്ധിക് ഹീലിംഗ് എന്നൊരു പ്രൊസീജിയറുണ്ട്. ബൗദ്ധിക് ഹീലിംഗ് എന്താണ്? നമ്മൾ മെജോറിറ്റി ഈ കോർപ്പറേറ്റ്സും ഒരു ബില്യനേഴ്സ് ഫോളോ ചെയ്യുന്ന ഒരു സിസ്റ്റം ഉണ്ട്. ഞാൻ ഈ ബില്യനേഴ്സിന്റെ ഗ്രൂപ്പിനകത്ത് മെഡിറ്റേഷന് പോകാറുണ്ടായിരുന്നു. എനിക്കൊരു സമയത്ത് ക്രേസ് ആയിരുന്നു അത്. അപ്പോൾ അതായത് നമ്മുടെ ഒരു ആഗ്രഹം എന്താണ്? അതെ 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 അതെ. അപ്പോൾ ഒരു സെഷനുണ്ട്. ഇവരൊരു 4 days സെഷൻ ഇവർ വരുന്നത് ഏകദേശം ഒരു 10 lakhs സ്പെൻഡ് ചെയ്തിട്ടാണ്. ഒരു വലിയൊരു ഗ്രൂപ്പാണത്. അപ്പോൾ അവിടെ എനിക്ക് വേറൊരു എൻട്രി സോഴ്സ് ഉണ്ട്. ആ ഒരു പാനലിൽ ഞാനും ഉണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ ആഗ്രഹം എന്താ ഇവർ ചെയ്യുന്നത്, ഇവരുടെ ഹാബിറ്റ്സ് വാച്ച് ചെയ്യുക എന്നുള്ളതാണ്. അവരുടെ ഡേ ടു ഡേ ലൈഫ് എങ്ങനെയാണ് പോകുന്നത്, അവരുടെ സ്കെഡ്യൂൾ എങ്ങനെയാണ്. അപ്പം നമുക്ക് സ്വാഭാവികമായിട്ട് നമുക്കും ആഗ്രഹം ഉണ്ടല്ലോ, നമ്മളൊരു മില്യനർ ആവണം അല്ലെങ്കിൽ ബില്യനർ ആവണം, നമുക്കൊരു ആ തലങ്ങളിലേക്ക് പോകണം എന്നൊരു തോട്ട് വർഷങ്ങൾക്ക് മുൻപുണ്ടായിരുന്നു. ഞാനത് വർഷങ്ങൾക്ക് മുൻപ് തന്നെ ഇവരുടെ ഹാബിറ്റ്സ് മനസ്സിലാക്കി ഇവരെ കൂടെ ഇരുന്നു. അപ്പോൾ അവിടെ ഒരു കൺസെപ്റ്റ് ഉണ്ട്, മൗനമാണ്, ആരും മിണ്ടില്ല, മൊബൈൽ ചലിക്കില്ല, മെസ്സേജ് ഇല്ല, സംസാരമില്ല, എല്ലാ ആക്ഷനില്ല. അതിൻ്റെ ഒരു വെർസറ്റാലിറ്റി ഇന്ന് നമ്മുടെ സ്ഥലത്തുണ്ട്. നമ്മൾ കുറച്ചുകൂടെ ക്ലോസ്ഡ് ആയിട്ട് മോണിറ്റർ ചെയ്താൽ മനസ്സിലാവും. ഈഷ ഫൗണ്ടേഷനിലുണ്ട്. ഈഷയിൽ പോയിട്ടുള്ളവർക്ക് മനസ്സിലാവും. നമ്മൾ അകത്ത് കയറി കഴിഞ്ഞാൽ അവിടെ വൈറ്റും ഇട്ട് നിൽക്കുന്ന നമ്മളെ കഴിയുന്ന ആൾക്കാരൊന്നും മിണ്ടില്ല. നമ്മളെ കാണുമ്പോൾ ഇങ്ങനെ കൈ കാണിക്കും, വരൂ, എല്ലാ ആക്ഷൻ മാത്രമായിരിക്കും. അവർ ഓൾറെഡി ജപിക്കുന്നുണ്ട് മനസ്സിനകത്ത്, സംസാരിക്കില്ല. അവർ ഡിസിപ്ലിൻഡ് ആക്ഷൻസ് ആണത്. അതിൻ്റെ ഒരു ചെറിയ വെർസറ്റാലിറ്റിയാണ് ഞാൻ പറഞ്ഞത്. പക്ഷെ ഞാനൊരു സംശയം ചോട്ടെ, ഇപ്പം ചേട്ടൻ പറഞ്ഞു അപ്പം ഭൗതിക് ഹീലിംഗ് ചെയ്യുന്നവർക്ക് ഇങ്ങനെ കൂട്ടമായിട്ടിരുന്ന് ഹീൽ ചെയ്യാന്ന്. അപ്പം ചേട്ടൻ നടത്താൻ പോകുന്ന ക്യാമ്പിനകത്ത് അപ്പൊ ഒരു കൂട്ടം ആളുകളല്ലേ വരുന്നത്, അപ്പൊ അവർക്ക് എങ്ങനെയാണ് ഈ ഹീലിംഗ് കൊടുക്കാൻ കഴിയുന്നത്? രാഹുൽ, നല്ല ക്വസ്റ്റ്യൻ. അതായത് ഇപ്പൊ ഇവിടെ ഒരു ലാർജ് ഓഡിയൻസിനെ നമ്മൾ ഇൻവൈറ്റ് ചെയ്യില്ല. ഒരുപാട് കോൾ വരുന്നുണ്ട്. ഈ കോൾസിനകത്ത് ഈ കോൾസ് കേൾക്കുമ്പോൾ ഒരു പരിധിക്ക് വരെ മനസ്സിലാവും ആള് എന്താണ്, സോൾ എന്താണെന്നുള്ളത്. ഒരു അത്യാവശ്യം പ്രശ്നമുള്ള ആൾക്കാരെ ആണെങ്കിൽ നമ്മൾ വിളിക്കും. ഒരു പ്രശ്നമില്ല, എന്റർടൈൻമെന്റ് വരാണെങ്കിൽ വിളിക്കില്ല. പിന്നെ വന്നു കഴിഞ്ഞാൽ ഒരു 20 പേർക്ക് മേളിൽ നമ്മൾ എൻട്രി കൊടുക്കില്ല. 20 പേരെ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റും. കാരണം ആ ഒരു ക്രൗഡ് എപ്പോഴും മാനേജ് ചെയ്യാൻ പറ്റും. അവിടെ വരുന്നവർക്ക് ആദ്യം നമ്മൾ ചെയ്യുന്നത് ഇവർക്കൊരു മൗന ജപമാണ് കൊടുക്കുന്നത്. മൗനജപം ഈ പറയുന്ന ബില്യനേഴ്സും മാത്രം ഫോളോ ചെയ്യുന്ന സിസ്റ്റമാണത്. മൗനജപത്തിൽ ഇവരുടെ മനസ്സിനെ ബ്ലാങ്ക് ആക്കുക എന്നുള്ളതാണ്. എല്ലാവർക്കും 150 തോട്ടുകളുണ്ട്, ഒരുപാട് കാര്യങ്ങൾ. ഇവിടെ വന്നിരിക്കണമെങ്കിലും അയ്യോ വീട്ടിലെന്തായി, അടുത്ത ബിസിനസ് മീറ്റ് ഉണ്ട്, അല്ലെങ്കിൽ മറ്റേ ഫ്രണ്ട് വിളിക്കും, കുട്ടികൾ എന്തായി, അച്ഛൻ സുഖമാണോ, അമ്മ സുഖമാണോ, ഇങ്ങനെ 500 തോട്ട്സ് വരും അല്ലേ. ഈ തോട്ട്സിനെ നാരോ ആയിട്ട് ലൈനപ്പിലേക്ക് കൊണ്ടുവന്ന് മൗനവ്രതത്തിനകത്ത് വെച്ചിട്ട് പൂർണ്ണമായിട്ടും ബ്ലാങ്ക് ആക്കുക. അവരെ തന്നെ തിരിച്ചറിയുക, അവരുടെ ചൈതന്യത്തെ അടുത്ത ലെവലിൽ കൊണ്ടുവരാൻ വേണ്ടി ബ്ലാങ്ക് ആക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് കോൺസെപ്റ്റ്. അതിനോടൊപ്പം ഇവർക്കൊരു ബൗദ്ധിക് ഹീലിംഗ് കൊടുക്കും. ഇവരങ്ങനെ ചെയ്യുന്ന സമയത്ത് ഇവരുടെ തേടയിലേക്ക് ഇന്ന് ശിവോഹത്തിൽ വിളിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. വിളിക്കുന്ന ആൾക്കാർ വിളിച്ച് സംസാരിക്കുമ്പോൾ തന്നെ പലരുടെയും പ്രശ്നങ്ങൾ ഞാൻ അങ്ങോട്ട് പറയാറുണ്ട്. ചോദിച്ചാൽ മനസ്സിലാവും, കേട്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് പേരുണ്ടാവും. അത് എന്തുകൊണ്ട് വെച്ചാൽ ഒരു ബൗദ്ധിക് ഹീലിംഗ് ഉള്ളത് കൊണ്ടാണ്. അല്ലാതെ നമ്മളൊന്നും വലിയ ആൾക്കാരല്ല, നമ്മളൊക്കെ സാധാരണപ്പെട്ട ഒരു മനുഷ്യ ജീവിതം കൊണ്ടുപോകുന്ന ആൾക്കാരാണ്. ഈ ബൗദ്ധിക് ഹീലിംഗ് ഉണ്ടെങ്കിൽ ഒരാൾ വിളിക്കുമ്പോൾ ഒരു പരിധി വരെ അവരുടെ പ്രശ്നം നമുക്ക് മനസ്സിലാവും. ഇങ്ങോട്ട് പറയാതെ പ്രശ്നം ഞാൻ അങ്ങോട്ട്, നിങ്ങളുടെ പ്രശ്നം ഇതല്ലേ, ഞാനത് പറയാൻ കാരണം വേറെ ഒന്നുമില്ല. ഒരു കോള് മിനിമം 5 മിനിറ്റ് എടുക്കും. ഞാൻ എത്ര കോൾ എടുക്കും? എനിക്ക് ഷൂട്ടുണ്ട്, പിന്നെ വേറെ പല കാര്യങ്ങളുണ്ട്, പേഴ്സണൽ ലൈഫുണ്ട്. അപ്പം ഞാൻ എത്ര കോൾ എടുക്കും? കഴിവതും എടുക്കുന്ന കോൾസിനകത്ത് പെട്ടെന്ന് കോൾ വൈൻഡപ്പ് ചെയ്യാൻ വേണ്ടി ഞാൻ അങ്ങോട്ട് പറയും, ഇതാണ് നിങ്ങളുടെ പ്രശ്നം, സൊല്യൂഷൻ ഇതാണ്, ഇത് ചെയ്തോളൂ എന്ന് പറയും. സാറിന് എങ്ങനെ മനസ്സിലായെന്ന് ചോദിക്കും. മിക്കവരും ചോദിക്കാറുണ്ട്. അത് എൻ്റെ കഴിവൊന്നുമല്ല, ആ ഒരു ബൗദ്ധിക് ഹീലിംഗിൽ നമ്മുടെ മൈൻഡ് നമ്മൾ ഷാർപ്പാക്കി കൊണ്ടുവരുന്നതാണ്. അപ്പോൾ ഈ പ്രോഗ്രാമിൽ വരുന്നവരെ ആദ്യം അവരുടെ മനസ്സിനെ പൂർണ്ണമായിട്ടും ശൂന്യതയിലേക്ക് കൊണ്ടുവരും. അതിനുശേഷം ഈ മൗനജപം എന്നുള്ള കോൺസെപ്റ്റിനകത്ത് അവരുടെ മൈൻഡ് ശൂന്യമാകുന്ന തന്നെ അവരുടെ പല പ്രശ്നങ്ങളും തീരുന്നു. ഉറപ്പല്ലേ? ഉറപ്പാണ്. ഈ പ്രകൃതി ചികിത്സാ കേന്ദ്രങ്ങളൊക്കെ പോകുമ്പോൾ എന്താ സംഭവിക്കുക? പലർക്കും BP, ഷുഗർ എല്ലാം കൂടുതലായി പോയി കിടക്കുന്ന ആൾക്കാരാണ്. ഒരു 11 ദിവസത്തെ കോഴ്സൊക്കെ എടുത്ത് വരുമ്പോൾ ഇവർ വേറെ ആരുമായിട്ടും ഒരു ബന്ധമില്ല. 50% മനസ്സ് ശരിയാകുമ്പോൾ നമ്മുടെ പ്രശ്നങ്ങളൊക്കെ മാറും. അപ്പോൾ ഈ മൗന ജപത്തിനകത്ത് ഇവരെ കൊണ്ടുവന്ന് പൂർണ്ണമായിട്ടും അവരെ മനസ്സിലാക്കി, അവരുടെ സ്ട്രെങ്ത് മനസ്സിലാക്കിയതിന് ശേഷം ആ സമയത്ത് അവരുടെ തേടയിലേക്ക് ഞാൻ മെസ്സേജ് പാസ് ചെയ്യും. ഒരാൾക്ക് എന്താണോ വേണ്ടത്, അൾട്ടിമേറ്റ്ലി പീസാണ് വേണ്ടത്. പീസ് ആയി കഴിഞ്ഞാൽ ബാക്കിയെല്ലാം നമ്മളെ തേടി വരുമെന്നുള്ളതാണ്. പീസ് കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ പല കാര്യങ്ങൾക്ക് ഓടുന്നത്. ഇപ്പൊ ഒരു സമയത്ത് നമ്മളും അങ്ങനെയായിരുന്നു. പക്ഷെ ഇപ്പോഴാണ് പല ഗുരുക്കന്മാരുടെ നിൽക്കുമ്പോഴാണ് അതിന്റെ ഒരു വ്യത്യാസം മനസ്സിലാകുകയും നമ്മുടെ ഒരു പീസ് നമ്മൾ എൻജോയ് ചെയ്യുകയും ചെയ്യുന്നത്. ഇപ്പൊ ചേട്ടന്റെ ക്യാമ്പിലേക്ക് ഒരാൾ വരികയാണെങ്കിൽ ഏത് തരത്തിലുള്ള പ്രശ്നങ്ങളുള്ളവരാണ് ആ ക്യാമ്പിലേക്ക് വരേണ്ടത്? ഏറ്റവും കൂടുതൽ മാനസിക പ്രശ്നങ്ങളുള്ളവരാണ്.
വരുന്നത്. പിന്നെ അവർക്ക് നീഡ്സ് ഉണ്ട്. ആ നീഡ്സ് സെഗ്മെന്റേഷൻ ചെയ്യാൻ അറിയില്ല. നമ്മൾ ആശയം മനുഷ്യനായിട്ട് ജീവിക്കുമ്പോൾ നമുക്ക് എന്തൊക്കെ നീഡ്സ് ഉണ്ട്? ഫിസിക്കൽ നീഡ്സ് ഉണ്ട്, സ്പിരിച്വൽ നീഡ്സ് ഉണ്ട്, ഇമോഷണൽ നീഡ്സ് ഉണ്ട്, റാഷണൽ നീഡ്സ് ഉണ്ട്, ആസ്പിറേഷണൽ നീഡ്സ് ഉണ്ട്. ഈ എല്ലാ നീഡ്സും കൂടെ ആകെ കുളമായ കിടക്കുന്നത്. അപ്പൊ ഇതിനെ സെഗ്മെന്റ് ചെയ്യും. ഈ സെഗ്മെന്റ് ചെയ്യുന്ന സമയത്ത് ആ നീഡ്സിനെ അവർ പ്രോപ്പറായിട്ട് കൊണ്ടുപോകാൻ വേണ്ടിയുള്ള ഗൈഡൻസ് അവിടെ ഉണ്ടാവും. ഈ ഗൈഡൻസിൽ കൂടെയാണ് ഇവർ പോലും അറിയാതെ ഇവരെ ഞാൻ ബൗദ്ധിക് ഹീലിംഗ് കൊടുക്കും. ബൗദ്ധിക് ഹീലിംഗ് കൊടുക്കുമ്പോൾ ഇവർ ഓട്ടോമാറ്റിക്കായിട്ട് ഈ ക്യാമ്പിലേക്ക് വന്ന പർപ്പസ് എന്താണ്? ശിവോഹം ക്യാമ്പിലേക്ക് വരുന്നത്. അത് ഇവർക്ക് അഡോപ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഇന്ന് പലരും വിളിച്ചിട്ട് പറയുന്നു, പ്രദീപ് സാറേ, പ്രദീപ് ജി, പ്രദീപേട്ട, പ്രദീപെ, എൻ്റെ ചുറ്റും ഓം ശിവോഹം ഉണ്ട്. കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. ചിലരും പറയുന്നു ദിഗ്ബന്ധനം പ്രൊസീജിയറിൽ എൻ്റെ കൂടെ ഓം നമ ശിവായ ഉണ്ട്. ചില ആൾക്കാർക്ക് കിട്ടുന്നില്ല എന്ന് പറയുന്നു. അതായത് 100 പേര് വിളിക്കുന്നതിൽ 5 പേർക്ക് കിട്ടുന്നില്ല. കിട്ടാത്തതിന്റെ കേസ് ഇവർ ടോട്ടലി അത് മനസ്സിവിടെ അല്ല. അപ്പോൾ ഓരോ ആൾക്കാർക്കും ഓരോ മെഷർമെന്റ്. കിട്ടാത്ത ആളുകൾക്ക് ഈ ക്യാമ്പ് കൊണ്ട് ഗുണമുണ്ടാവും. അവരെ ആ ലൈനപ്പിലേക്ക് കൊണ്ടുവരും. ഒരാളും കിട്ടാതെ പോവില്ല. അവരെ ഇന്നല്ലെങ്കിൽ നാളെ അവർക്ക് ഞാൻ ആ ഒരു ട്രാക്ക് റെക്കോർഡിൽ കൊണ്ടുവന്ന് പ്രൂവൻ ആക്കിയിട്ട് മാത്രമേ വിടുള്ളൂ. പിന്നെ ക്യാമ്പിലേക്ക് വരുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ഒരു സ്പെൻഡ് ചെയ്തിട്ടാണല്ലോ വരുന്നത്. ഒരാള് അതിന് നിയോഗമല്ല എന്ന് മനസ്സിലാക്കിയാൽ അവർ സ്പെൻഡ് ചെയ്യണ്ട. എത്രയോ പേർക്ക് സ്പെൻഡ് ചെയ്യാതെ നമ്മൾ ചെയ്യുന്നുണ്ട് പല കാര്യങ്ങളും. അത് എല്ലാവർക്കും ചെയ്യാൻ പറ്റണമെന്നില്ല, എല്ലാവർക്കും ചെയ്ത് കൊടുക്കാൻ പറ്റണമെന്നില്ല. പക്ഷെ അവർക്കത് റീഫണ്ട് ചെയ്യാം. ഒരാൾക്കൊരു പെയിൻ വരരുത് എന്നുള്ളത് മാത്രമാണ്. ബൗദ്ധിക് ഹീലിംഗിൽ കൂടെ അവരുടെ മനസ്സിനെ പൂർണ്ണമായിട്ടും മൗന ജപത്തിൽ കൂടെ കൊണ്ടുവന്ന്, അതായത് അവർക്ക് ഗുണമുണ്ടായിട്ടില്ലെങ്കിൽ പൈസ തിരിച്ചു കൊടുക്കാം. അത്രേ ഉള്ളൂ. 100% അവർക്ക് ആ ക്യാമ്പ് കൊണ്ട് ഗുണമില്ലെന്നുണ്ടെങ്കിൽ അവർക്ക് ആ പേയ്മെന്റ് റീഫണ്ട് ചെയ്ത് കൊടുക്കാം. പേയ്മെന്റ് നല്ല ഒരു ദക്ഷിണ എന്നുള്ളൊരു മൊഡ്യൂളാണ്. ചെറിയൊരു ദക്ഷിണയാണ് നമ്മൾ മേടിക്കുന്നത്. ഒരു വാല്യൂ നമ്മൾ കൊടുക്കുമ്പോൾ, എസ്പെഷ്യലി ഒരു എനർജി ട്രാൻസ്ഫർ. ഈ ഒരു 3 ദിവസം മുമ്പ് എനിക്കൊരു കോൾ വന്നു. വിളിച്ച ഒരു SI ആണ്. എന്നോട് വളരെ ഇതായിട്ട് സംസാരിച്ചു, അതായത് വളരെ ഹാർഡായിട്ട് സംസാരിച്ചു. പ്രദീപ് ശിവോഹം അല്ലേ? അതെ, പറയൂ. ഭയങ്കരമായിട്ട് സംസാരിച്ചു. ഞാൻ പറഞ്ഞു, സാറേ നിങ്ങൾക്ക് മാനസിക പ്രശ്നമാണെന്ന് പറഞ്ഞു. പുള്ളി കുറച്ച് സമയം മിണ്ടിയില്ല. പിന്നെ പ്രദീപ് എന്ന് വിളിച്ച ആള്, പ്രദീപ് ജി അതെങ്ങനെ മനസ്സിലായെന്ന് ചോദിച്ചു. സാർ നമുക്ക് സംസാരിക്കാന്ന് പറഞ്ഞു. പുള്ളി ശരിക്കും കഴിഞ്ഞ 2 വർഷമായി ടാബ്ലറ്റ് എടുത്തുകൊണ്ടിരിക്കുന്ന ആളാണ്. പുള്ളിയെ ഞാൻ റൈറ്റ് ആയിട്ടൊരു സ്ഥലത്ത് എത്തിച്ചു. പുള്ളി ഇപ്പോൾ എത്തിച്ച സമയത്ത് ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് വീട്ടിൽ ഒരാൾക്കും കൂടെ ഉണ്ടെന്ന് പറഞ്ഞു. പുള്ളിയുടെ വീട്ടിൽ, ഞാൻ പേര് പറയുന്നില്ല, പുള്ളിയുടെ വീട്ടിൽ ഒരാൾക്കും കൂടെ ഇതേ പ്രശ്നമുണ്ട്. സിവിയർ പ്രോബ്ലം ആയിരുന്നു. ഇപ്പൊ റൈറ്റ് ആയിട്ട് ഒരു ഗുരുവിന്റെ അടുത്ത് എത്തി. ആ പ്രോബ്ലം ഓൾമോസ്റ്റ് സോൾവ്ഡ് ആണ്. ടാബ്ലറ്റ് സ്റ്റോപ്പ് ചെയ്തു. അതും വളരെ ഒരു 3-4 ദിവസം കൊണ്ടാണ്. ഇപ്പോൾ ആ കുട്ടി പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടിയാ. കരഞ്ഞിട്ടാണ് അവിടെ വന്ന് പോകുന്നത്. എന്നോടല്ല, ഞാനോട് ഏതൊരു ബന്ധമില്ല. ഞാൻ ആ റൈറ്റ് ട്രാക്കിൽ എത്തിച്ചു കൊടുത്തു. അതായത് ഈ വരുന്നവരെ നമ്മളാരും അല്ല ഒന്ന് ഹാൻഡിൽ ചെയ്യാൻ. എത്രയോ വർഷം ടാബ്ലറ്റ് ഒക്കെ കഴിച്ചിട്ട് ഒരിടത്ത് എത്താൻ പറ്റാത്ത നിൽക്കുന്ന ആൾക്കാരുണ്ടാവും. അവരെ നമുക്ക് റൈറ്റ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു എക്സ്പെർട്ടിൻ്റെ അടുത്ത് കണക്ട് ചെയ്ത് കൊടുക്കാൻ പറ്റും. അപ്പോൾ എനർജി എക്സ്ചേഞ്ച് എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും ഒരു സ്പെൻഡ് ഇല്ലാതെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പം സ്വാഭാവികമായിട്ടും ചെറിയൊരു മൈന്യൂട്ട് സ്പെൻഡ് കൊണ്ട് നമ്മൾക്ക് ഇവർക്ക് ഒരു പരിധി വരെ ഒരു പ്രൊട്ടക്ഷൻ ഇട്ട് കൊടുക്കാൻ പറ്റും. ആ പ്രൊട്ടക്ഷനിലേക്ക് വരുന്നതിന് മുൻപായിട്ടുള്ള ഒരു ബേസിക് സംഭവമാണ് ഈ ബൗദ്ധിക് ഹീലിംഗ്. ബൗദ്ധിക് ഹീലിംഗ് ചെയ്യുന്നതിന് മുൻപ് ചെയ്യേണ്ട സംഭവമാണ് ഈ മൗനജപം. മൗനജപം ഒരു അസാധ്യമായ ജപമാണ്. അത് നമ്മളത് ജപിക്കുമ്പോൾ മനസ്സിലാവും. ഒരു ഫോണോ, പക്ഷേ ഇൻഫാക്ട് അതിനകത്തൊരു ഡിസ്ട്രാക്ഷൻസ് വരാൻ പാടില്ല എന്നുള്ളതാണ്. ഇത് ഞാൻ കുറേ വർഷം ഇവരുടെ കൂടെ പോയിരുന്ന് അനുഭവിച്ചപ്പോൾ ഈ പ്രിൻസിപ്പിൾ നമുക്ക് ആരും പറഞ്ഞു തരില്ലല്ലോ രാഹുൽ. എല്ലാവരും ഹൈഡ് ചെയ്യും. അതാണ് ഈ ഗുരുക്കന്മാരുടെ അവരുടെ കയ്യിൽ തന്നെ ഉണ്ടാവും. അപ്പൊ ഞാൻ ഈ സീക്രട്ട് പഠിക്കാൻ വേണ്ടി ചോദിക്കുമ്പോഴൊന്നും നമ്മളൊരിക്കലും അക്സെപ്റ്റ് ചെയ്യുന്നില്ല. പിന്നെ എസ്പെഷ്യലി എന്നെ പുള്ളിക്ക് ഇഷ്ടമല്ലായിരുന്നു. മേ ബി എന്റെ ഫിസിക്കൽ ലുക്ക് കൊണ്ടാണോ, ഞാൻ ഈ ചന്ദനവും ഇതൊക്കെ ഇട്ടേക്കുന്നതുകൊണ്ടാണോ, എന്നെ കാണുന്ന ഇഷ്ടക്കേട് കൊണ്ടാണോ എന്നെ പുള്ളിക്ക് ഇഷ്ടമല്ല. ആ ഗുരുവിന് എന്നെ ഇഷ്ടമല്ലായിരുന്നു. ഞാൻ പുള്ളിയുടെ ഇഷ്ടം സ്വീകരിക്കാൻ വേണ്ടി ഞാൻ ഒരു ദിവസം അവിടെ കൊടുക്കുന്ന ഫുഡ് കൗണ്ടഡ് ആണ്. 50 പേരുണ്ട്, 50 പേർക്ക് ഫുഡുണ്ട്. ഫുഡ് ഒരു പോലും വേസ്റ്റ് ആക്കാൻ പാടില്ല. അപ്പൊ എന്റെ ഫുഡ് ഞാൻ കഴിച്ചില്ല. അപ്പോൾ ലാസ്റ്റ് ചോദിച്ചു, ആരെ ഫുഡാ വേസ്റ്റ് ആയിരിക്കുന്നത് ചോദിച്ചു. ഭാരതത്തിൽ നിന്ന് വന്ന ഒരാളുടെയാണെന്ന് പറഞ്ഞു. എന്റെ പേരോടെ പറയുന്നു. എന്നെ വിളിച്ചു. അപ്പൊ ഞാൻ ഫുഡ് കഴിക്കാനല്ല, ഞാൻ അദ്ദേഹത്തിന്റെ സിമ്പതി പറ്റാനാണ് ഫുഡ് കഴിക്കായിരുന്നത്. പക്ഷെ അദ്ദേഹത്തിനോട് സിമ്പതി ആയില്ല, എനിക്ക് വിശപ്പുണ്ടായിരുന്നത്. ലാസ്റ്റ് ഒരു സമയത്ത് പുള്ളി ആയിട്ട് അഡോപ്റ്റ് ചെയ്തു. ഇത് ഏത് രാജ്യത്ത് വെച്ചായിരുന്നു? ഇത് നമ്മുടെ തായ്ലൻഡ്, ചിയാങ് മൈ എന്ന് പറയും. തായ്ലൻഡിന്റെ ഈ പറയുന്ന ചൈനയുടെയും തായ്ലൻഡിന്റെ ഇടയ്ക്കുള്ള ഒരു ബോർഡറാണ് ചിയാങ് മൈ. നല്ലൊരു പ്രൊവിൻസ് ആണ്. അപ്പൊ അവിടെ ഒരു മോങ്സിന്റെ ഒരു മീറ്റ് ആണ്. അപ്പൊ എനിക്കതിനാണ് ഈ കോടീശ്വരന്മാരൊക്കെ വരുന്നത്. അത് പല സ്ഥലങ്ങളുണ്ട്. ഇപ്പൊ ബാങ്കോക്കിലുണ്ട്, ചിയാങ് മൈ ഉണ്ട്, പല രാജ്യങ്ങളിലുണ്ട്. പക്ഷെ ഇവിടെ വരുന്നത് വർഷത്തിൽ ഒരു ദിവസം ഇവര് മൗന ജപത്തിന് വേണ്ടി വരുന്നതാണ്.
അവിടെ പറയുന്നത് മൗന മണ്ഡപം എന്നാണ് പറയുന്നത്. മൗന മണ്ഡപം, മൗന മണ്ഡപം എന്ന് പറയാം. അപ്പൊ ഞാൻ മൗന ജപമാക്കിയത് മലയാളിയാണല്ലോ, അപ്പൊ നമുക്ക് ജപമാണല്ലോ അവിടെ ഉള്ളത്. സോ അപ്പം മിണ്ടാതിരുന്ന് ജപിക്കുക. ആ ജപത്തിനകത്ത് ഇവരുടെ മനസ്സിനെ പൂർണ്ണമായിട്ടും ഏകാഗ്രമാക്കി കൊടുക്കുക. അവർക്കൊരു ബൗദ്ധിക് മെസ്സേജ് കൊടുക്കുക. മെസ്സേജ് കൊടുത്താൽ അവർ സ്വാഭാവികമായിട്ട് ഒരു നല്ല നമ്മൾ കാരണം ഒരു ഫാമിലിയെങ്കിലും സമാധാനം കൊണ്ട് ജീവിക്കുകയാണെങ്കിൽ നല്ലത്. പക്ഷെ അതിനേക്കാളും അപ്പുറം മഹാദേവന്റെ ഒരു ചാനലായിട്ട് ഈ മഹാഗുരു പ്രൊട്ടക്ഷൻ കൊടുക്കാൻ പറ്റുന്നത് ഏറ്റവും വലിയൊരു നിയോഗവും ഒരു പുണ്യവുമായിട്ട് കാണുന്നു. പക്ഷെ നിയോഗം എന്ന് പറയുന്നത് കഴിഞ്ഞ കുറേ ദിവസമായിട്ട് ഈ കോളുകൾ കൊണ്ട് ഒരു രക്ഷയില്ല എന്നുള്ളതാണ്. എല്ലാവരെയും നമുക്ക് സംതൃപ്തിപ്പെടുത്താൻ പറ്റില്ല. പക്ഷെ കഴിവുള്ള കോൾസ് ഞാൻ എടുക്കാറുണ്ട്.